ഹലോ എവരിവൺ, MBA മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മാനേജ്മെന്റ് കോഴ്സിലെ ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. എടുത്തിരിക്കുന്ന വിഷയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് പഠനത്തിൽ MBA ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, BHR ആയിക്കോട്ടെ, MHR ആയിക്കോട്ടെ, BCom പല പല സ്ട്രീമുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിന്റെ കുറച്ചധികം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അതിൽ ഹിസ്റ്ററി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹിസ്റ്ററി, ഫങ്ഷൻസ് എന്നുള്ള കുറച്ച് ഏരിയാസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പാർട്ടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ സംസാരിക്കുന്നു. നമ്മളൊരു ഏതൊരു സ്ഥാപനത്തിലേക്ക് നോക്കുകയാണെങ്കിലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ടാവും, ഫിനാൻസ് ഫംഗ്ഷൻ ഉണ്ടാവും, ഓപ്പറേഷൻസ്, പ്രൊഡക്ഷൻസ്, അങ്ങനെ നിരവധി ഫംഗ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന വാക്ക് തന്നെ എംപ്ലോയീസിനെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെ എഫക്റ്റീവായിട്ട് അവിടുത്തെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അവരെ എങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം, അവരെ എങ്ങനെ കൂടുതൽ ഓർഗനൈസേഷൻ കോൺട്രിബ്യൂട്ടിംഗ് ആക്കാം എന്നുള്ളതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില തിയറിറ്റിക്കൽ സൈഡ്സ് ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുക. തുടക്കത്തിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് അക്വയറിംഗ്, ട്രെയിനിങ്, അപ്രൈസിംഗ് ആൻഡ് കോമ്പൻസേറ്റിംഗ് എംപ്ലോയീസ് and of attending to their labor relations, health and safety and fairness concerns. അപ്പോൾ ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ഡെഫിനേഷനിൽ HR ചെയ്യുന്ന പല ആക്ടിവിറ്റീസിനെ കവർ ചെയ്ത് പോയേക്കുവാണ്. അക്വയറിങ്, അവരെ അക്വയർ ചെയ്യുക, അവരെ ജോലിക്കായിട്ട് എടുക്കുക, അവരെ ട്രെയിൻ ചെയ്യിക്കുക, അവരെ അപ്രൈസ് ചെയ്യുക, അപ്പോൾ അവരുടെ പെർഫോമൻസിന് വിലയിരുത്തുന്നതാണ് അപ്രൈസ് ചെയ്യുക. കോമ്പൻസേറ്റ് ചെയ്ത ജോലി പണിയെടുപ്പിച്ചാൽ മാത്രം പോരാ, അവർക്ക് വേതനം കൊടുക്കണം, കോമ്പൻസേറ്റ് ചെയ്യും, സാലറി കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ, ലേബർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യണം. മാനേജ്മെന്റും എംപ്ലോയീസും നല്ല ബന്ധങ്ങൾ പുലർത്തണം, മറ്റു ഫെയർനെസ് ഒക്കെ അഡ്രസ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ ബ്രീഫ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സും കൂടെയാണ്, ഫങ്ഷൻസും കൂടെയാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് അക്വയറിംഗ്, ട്രെയിനിങ്, അപ്രൈസിംഗ്, കോമ്പൻസേറ്റിംഗ് എംപ്ലോയീസ് ആൻഡ് ഓഫ് ദർ അറ്റൻഡിംഗ് ദെയർ ലേബർ റിലേറ്റഡ് ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് ഫെയർനെസ് കൺസേൺസ്. ഇതൊരു നല്ലൊരു ഡെഫിനേഷൻ ആയിട്ട് കാണാം. അപ്പോൾ ഈ ഡെഫിനേഷൻ പഠിക്കുന്നതിടത്തോണ്ട് നമ്മൾ നിരവധിയായിട്ടുള്ള അതിന്റെ ഫങ്ഷൻസും കൂടെ കവർ ചെയ്ത് പോവാണ്. ഇനി ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് HR പ്രാധാന്യമാകുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ. ഹ്യൂമൻ റിസോഴ്സ് നമ്മളിപ്പം AI കാലഘട്ടത്തിലാണുള്ളത്. അപ്പോൾ വിൽ AI റീപ്ലേസ് ഹ്യൂമൻ എന്നുള്ള ചർച്ച നടക്കുന്ന സമയത്തും ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ എംപ്ലോയി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്, മാറി വരുന്ന ഒബ്ജക്റ്റീവിനെ അനുസരിച്ച് നമ്മൾ കൂടുതൽ ഓർഗനൈസേഷനെ പ്രോഫിറ്റബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ബെറ്റർ റിലേഷൻ ബിറ്റ്വീൻ ലേബർ യൂണിയൻ ആൻഡ് മാനേജ്മെന്റ്, ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രസക്തിയാണ്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പ്രസക്തിയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആകുന്നു എന്നുള്ളതാണ് ഈ ഒരു ടൈറ്റിൽ സൂചിപ്പിക്കുന്നത്. അലോക്കേറ്റിംഗ് ജോബ്സ് ടു ദ റൈറ്റ് പേഴ്സൺ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ചിലപ്പോഴെങ്കിലും കറക്റ്റായ ആളുകളെ കറക്റ്റായ ജോലിക്ക് പ്ലേസ് ചെയ്തില്ലെങ്കിൽ അത് വലിയ കൺഫ്യൂഷൻ ആവും. അപ്പം ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് അത് പ്രസക്തമാകുന്നു. വ്യക്തികളുടെ ഗ്രോത്ത്, പ്രൊഫഷണൽ ഗ്രോത്ത്, ഒരു കരിയർ ഗ്രോത്ത്, പ്രൊഫഷണൽ ഗ്രോത്ത് മെൻഷർ ചെയ്യേണ്ടത്, എംപ്ലോയീസിന്റെ പ്രൊഫഷണൽ ഗ്രോത്ത്, കരിയർ ഗ്രോത്ത് മെൻഷർ ചെയ്യേണ്ടത് HR ടീമിന്റെ അല്ല HR ഡിപ്പാർട്ട്മെന്റ് അല്ല HRMന്റെ ഉത്തരവാദിത്തമാണ്. അഗെയിൻ ഇൻഡിവിജ്വൽ ടീമിനെ വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്സ് എംപ്ലോയീസ് ടു ബി മോർ പ്രൊഡക്റ്റീവ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐഡന്റിഫൈ പേഴ്സൺ ഫോർ ദ ഫ്യൂച്ചറിലേക്ക്, പൊട്ടൻഷ്യലിലേക്ക്, അടുത്ത ഒരു റോളിലേക്കൊക്കെ നമ്മുടെ ആള് ഒരു വ്യക്തി മാറിപ്പോകും, ആര് കണ്ടുപിടിക്കണം എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൊമോഷൻ ആയിട്ടുള്ള ആണെങ്കിലും അതുപോലെ പുതിയ മാനേജർ റോളുകളിലേക്കൊക്കെ ആളുകളെ പ്ലേസ് ചെയ്യുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ്. അഗെയിൻ ഓവറോൾ ഓർഗനൈസേഷനെ കൂടുതൽ പ്രൊഡക്ടിവിറ്റിയിലേക്കും അതുപോലെ തന്നെ ഓരോ എംപ്ലോയീസിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളതൊക്കെ HR-ന്റെ പ്രസക്തിയെ വിളിച്ചോതുന്ന കാര്യങ്ങളാണ്. തിയററ്റിക്കലി മറ്റൊരു വിഷയം സംസാരിക്കുന്നു. എന്താണ് സിസ്റ്റം വ്യൂ ഓഫ് HR-ത്തിന് സിസ്റ്റം വ്യൂ എന്താണ്? നമ്മൾ സബ് സിസ്റ്റം എന്നും ക്ലോസ് സിസ്റ്റം എന്നും ഓപ്പൺ സിസ്റ്റം എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ HR-ന്റെ സിസ്റ്റം വ്യൂ എന്താണ്? HR-ന് അതുപോലെ തന്നെ സബ് സിസ്റ്റം വ്യൂ ആണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. HR-ന് സബ് സിസ്റ്റം ആയിട്ട് കാണാം. എന്നാൽ സബ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു
വലിയൊരു സിസ്റ്റം ഉണ്ട്, അതിനുള്ളിൽ വരുന്ന ചെറിയ സിസ്റ്റമാണ് സബ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ സെറ്റ് സബ് സെറ്റ് എന്നൊക്കെ മാത്സിൽ പഠിക്കുന്നത്. അപ്പോൾ HR എന്നുള്ളത് ഒരു സബ് സിസ്റ്റമാണ്, മാർക്കറ്റിംഗ് എന്നുള്ളത് മറ്റൊരു സബ് സിസ്റ്റമാണ്, ഫിനാൻസ് എന്നുള്ളത് മറ്റൊരു സബ് സിസ്റ്റമാണ്, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വലിയൊരു സിസ്റ്റത്തിന്റെ കീഴിൽ വരുന്ന പല പല സിസ്റ്റമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ HR സബ് സിസ്റ്റം വ്യൂ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഈ സിസ്റ്റം വ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ HR ഒരു ഓപ്പൺ സിസ്റ്റം വ്യൂ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു മറ്റ് സിസ്റ്റംസുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ HR അങ്ങനെ നോക്കുകയാണെങ്കിൽ HR മാത്രമായിട്ട് നിലനിൽക്കുന്നില്ല. HR മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടൊക്കെ വളരെ കണക്റ്റഡ് ആണ്, മാർക്കറ്റിംഗുമായിട്ട് കണക്റ്റഡ് ആണ്, ഫിനാൻസുമായിട്ട് കണക്റ്റഡ് ആണ്, മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ HR ഒരു സപ്പോർട്ട് ഫംഗ്ഷൻ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ HR ഓപ്പൺ സിസ്റ്റം വ്യൂ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ചില പുസ്തകത്തിൽ കാണാൻ പറ്റും. അപ്പൊ സബ് സിസ്റ്റം വ്യൂ ഉണ്ട്, ഒരു ഓപ്പൺ സിസ്റ്റം വ്യൂ ഉണ്ട് HR. അപ്പൊ ഈ രണ്ട് വ്യൂസ്, സിസ്റ്റം വ്യൂസ് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? സബ് സിസ്റ്റം വ്യൂവും അതുകൊണ്ട് HR, അതുപോലെ തന്നെ ഒരു ഓപ്പൺ സിസ്റ്റം വ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓപ്പൺ സിസ്റ്റം വ്യൂ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? HR മറ്റ് സിസ്റ്റംസുമായിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ള സിസ്റ്റമായിട്ട് കാണാം, ഫിനാൻസ് എന്നുള്ള സിസ്റ്റമായിട്ടാണ്, മറ്റ് സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഓപ്പൺ സിസ്റ്റമായിട്ട് കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HR സിസ്റ്റത്തിന് ഒരു ക്ലോസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ക്ലോസസ് എന്ന് പറഞ്ഞാൽ മറ്റ് സിസ്റ്റംസുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത സിസ്റ്റത്തിനെ ക്ലോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ HR സ്വാഭാവികമായിട്ട് അതിനെല്ലാം മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് തന്നെ ഇന്ററാക്ട് ചെയ്ത് മതിയാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഓപ്പൺ സിസ്റ്റമാണ്. ഒരു ഓർഗനൈസേഷൻ എടുത്തോണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങനെ തന്നെയാണ്, പക്ഷെ HR പെർസ്പെക്റ്റീവ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതൊരു ഓപ്പൺ സിസ്റ്റമാണ്, അതുപോലെ തന്നെ അതൊരു സബ് സിസ്റ്റവും ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ HR സബ് സിസ്റ്റം ഉള്ള വ്യൂവും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. മാർക്കറ്റിംഗ് എന്നുള്ള വേറെ സബ് സിസ്റ്റമാണ്, പ്രൊഡക്ഷൻ എന്നുള്ള വേറെ സബ് സിസ്റ്റമാണ്, IT എന്നുള്ള വേറെ സബ് സിസ്റ്റമാണ്, ഫിനാൻസ് എന്നുള്ള വേറെ സബ് സിസ്റ്റമാണ്. അപ്പൊ അതുപോലെ തന്നെ HR ഒരു സബ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ സിസ്റ്റം വ്യൂ ഉണ്ട്, മറ്റ് സബ് സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഓപ്പൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം വ്യൂ ഉണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് സിസ്റ്റം വ്യൂ ഓഫ് HR എന്നുള്ള കോൺസെപ്റ്റിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി കുറച്ച് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ, പലപ്പോഴും BBA പ്രോഗ്രാം, MBA പ്രോഗ്രാമിനൊക്കെ ഈ ഹിസ്റ്ററി ഓഫ് HR എപ്പോഴും നമ്മളൊരു വിഷയം പഠിക്കുമ്പോൾ അതിന്റെ ഒരു എവല്യൂഷൻ എന്ന് മനസ്സിലാക്കി പോകുന്നതാണ്. അങ്ങനെ ചില ആംഗിളുകൾ, ചില എവല്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി റെവല്യൂഷൻ, സയന്റിഫിക് മാനേജ്മെന്റ്, ട്രേഡ് യൂണിയനിസം, ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ്, ഇപ്പോഴത്തെ HR കോൺസെപ്റ്റ്, ഇതൊക്കെ പല പല ഘട്ടങ്ങളിലായിട്ട് ഇതിനെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതിനെ കുറച്ച് ഡെപ്തിലേക്ക് നോക്കാം. നമുക്ക് ഒരു പുറകോട്ട് പോവുകയാണെങ്കിൽ, BC കാലഘട്ടത്തിലെ പുറകോട്ട് പോവുകയാണെങ്കിൽ, അപ്പൊ നമുക്ക് പലപ്പോഴും സ്ലേവറി സിസ്റ്റത്തെ കാണാൻ പറ്റും. നമ്മുടെ പല പല മനുഷ്യന്റെ പല ഫേസുകളിലായിട്ട്, രാജഭരണത്തിലാണെങ്കിൽ പുറകോട്ട് പോവുകയാണെങ്കിൽ ഈ സ്ലേവറി സിസ്റ്റത്തെ കാണാൻ പറ്റും. ഈ സ്ലേവറി സിസ്റ്റത്തില് അവര് ഒരു വർക്കറായിട്ടോ സ്ലേവ് ആയിട്ടോ കൺസിഡർ ചെയ്തു, പക്ഷെ അവർക്ക് ഒരു വേതനം ഒന്നും കൊടുത്തിരുന്നില്ല. പക്ഷെ എന്നാലും ആ സ്ലേവറി സിസ്റ്റത്തിൽ ഉള്ള കാലഘട്ടത്തിൽ തന്നെ വേതനം കൊടുത്തുള്ള ജോലികളൊക്കെ ചെയ്തതായിട്ടൊക്കെ കാണാൻ സാധിക്കും. ഈജിപ്തിലെ പഴയ പിരമിഡൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് അവർക്ക് ചെറിയ വേതനങ്ങൾ കൊടുത്തതായിട്ടൊക്കെ പറയപ്പെടുന്നു. അപ്പൊ അങ്ങനെ സ്ലേവറി സിസ്റ്റം എന്നുള്ള എലമെന്റ് ഈ ഒരു HR പഴയൊരു കാലഘട്ടത്തിൽ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെ HR അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന്, എംപ്ലോയീസിന്, വർക്കറിന് യാതൊരു വിലയും കൊടുക്കാത്തൊരു കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ് പ്രസക്തം. ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ HR സിസ്റ്റത്തിലേക്കൊക്കെ ഹ്യൂമൻ റിസോഴ്സിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അന്നൊന്നും ഒരു തുല്യമായ വേതനം പോയിട്ട്, തുച്ഛമായ വേതനം പോയിട്ട്, ഒരു ഒട്ടും ന്യായമല്ലാത്ത വേതനം അല്ല വേതനം ഇല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് പല സിസ്റ്റം തുടങ്ങി, പല ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ്, വർക്കർ എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു കമ്മോഡിറ്റി കോൺസെപ്റ്റ് ആദ്യ കാലഘട്ടത്തിൽ എംപ്ലോയി എന്ന് പറയുന്നത്, ഇന്നത്തെ എംപ്ലോയി എന്ന് പറയുന്നത് അല്ലെങ്കിൽ HR എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി കോൺസെപ്റ്റ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യാവസായിക വസ്തു എന്നുള്ള അർത്ഥത്തിലാണ്. കമ്മോഡിറ്റി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, അല്ലെ? കമ്മോഡിറ്റി ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഹ്യൂമനെയും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലേബർ സിസ്റ്റത്തിലെ, സ്ലേവറി സിസ്റ്റത്തിലൊക്കെ അങ്ങനെയാണ്. ഒരു നല്ലൊരു അടിമയെ നല്ല തുക കൊടുത്ത് വാങ്ങുന്നു, അടുത്ത കുറെ കാലം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. ആ യജമാനൻ വേണമെങ്കിൽ യജമാനന് വേണമെങ്കിൽ അടിമയെ വീണ്ടും, സ്ലേവിനെ വീണ്ടും മറ്റൊരാൾക്ക് വേണമെങ്കിൽ വിൽക്കാം. അതൊരു കമ്മോഡിറ്റി ആയിരുന്നു. നമ്മൾ സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ്. അപ്പൊ അങ്ങനെ ഒരു ഹ്യൂമന് അല്ലെങ്കിൽ വർക്കറിന്, ലേബറിന്, തൊഴിലാളിക്ക് യാതൊരു തരത്തിൽ, തൊഴിലാളി എന്ന വാക്കുപോലും ആ കാലഘട്ടത്തിൽ അത്ര പ്രസക്തമായിരുന്നില്ല, യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടമാണ് ഇതിന്റെ ഹിസ്റ്ററിയിൽ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യപ്പെടുന്നത്. പിന്നീട് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. നമുക്കറിയാം 4M, മണി, മെറ്റീരിയൽസ്, മെഷീൻ, മെൻ.
എന്ന് പറയുന്ന 4M പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 4M. അപ്പൊ അങ്ങനെ ഒരു അത് ഒരു ഫാക്ടറി വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് വർക്ക് ചെയ്യാനായിട്ട് മെഷീൻ വേണം, മണി വേണം, മെറ്റീരിയൽ വേണം. അപ്പൊ അതിനൊപ്പം തന്നെ ഏകദേശം അതിന് കിട്ടുന്ന പരിഗണന ഒരു മെൻ അല്ലെങ്കിൽ ഹ്യൂമന് കിട്ടാൻ തുടങ്ങി. അതാണ് അടുത്തൊരു ഒരു എവല്യൂഷനിൽ അടുത്തൊരു സ്റ്റേജ് ഉണ്ടായത്. അപ്പം ഒരു മെഷീന്റെ ഒപ്പം തന്നെയുള്ള ഒരു പരിഗണന അല്ലെ മണി മെറ്റീരിയൽ എനിക്ക് കൊടുക്കുന്ന ഒരു പരിഗണന കിട്ടാനായിട്ട് തുടങ്ങി. അപ്പൊ എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞെങ്കിൽ മെഷീൻ കുറച്ച് കാലം പ്രവർത്തിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് മെഷീൻ ഒരു റെസ്റ്റ് കൊടുക്കും അല്ലെ, മെഷീൻ ഒന്ന് മെയിൻ്റെനൻസ് കൊടുക്കും. അങ്ങനെ ഇത്ര ബേസിക് ആയിട്ടുള്ള ചില ഹ്യൂമൻ നീഡുകളൊക്കെ അഡ്രസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഹ്യൂമൻ റെസ്റ്റ് ആവശ്യമാണ്. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ബേസിക് നീഡിലേക്കൊക്കെ എത്താനായിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തി. അതിനു മുമ്പ് ഹ്യൂമന് റെസ്റ്റ് വേണം എന്നുള്ളതൊന്നും ഒരു വലിയൊരു ഫാക്ടർ ആയിരുന്നില്ല. സ്ലേവറി സിസ്റ്റത്തിലും പല പഴയ തൊഴിൽ മേഖലകളിലൊക്കെ അങ്ങനെ വിശ്രമമില്ലാണ്ട് പണിയെടുപ്പിക്കുക, ചിലപ്പം മരണം വരെ പണിയെടുക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈവൻ KGF സിനിമയിലെ ചില രംഗങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഈ ഒരു സ്ലേവറി സിസ്റ്റത്തെ പറ്റി ചിന്തിക്കുമ്പോൾ. സോ അതാണ് പിന്നീട് വന്നാണ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഗുഡ് വിൽ കോൺസെപ്റ്റ് ആണ് പിന്നീട് അടുത്തൊരു ലെവലിലേക്ക് വന്നത്. ഗുഡ് വിൽ കുറച്ചുകൂടെ ഒരു ലേബറിന് അല്ല തൊഴിലാളിക്ക് പരിഗണന കിട്ടുന്ന ഒരു ലെവലായി. അവിടെ സേഫ്റ്റിയും ഫസ്റ്റ് എയ്ഡും ലഞ്ച് റൂമും റെസ്റ്റ് റൂമും ഒക്കെ പരിഗണിക്കാനായിട്ട് തുടങ്ങി. കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള നല്ല സൗകര്യങ്ങൾ കൊടുത്താൽ അവർ വർക്കേഴ്സ് പ്രൊഡക്റ്റീവ് ആകും എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്താൻ തുടങ്ങി. അതാണ് ഗുഡ് വിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് പറ്റേണിറ്റി കോൺസെപ്റ്റിലെ പറ്റേണൽ എന്ന് പറയുമ്പോൾ ഒരു ഫാദർ ഫിഗർ, മാനേജ്മെന്റ് ഒരു ഫാദർ ഫിഗർ അസ്യൂം ചെയ്യാണ്. മാനേജ്മെന്റ് എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനേജ്മെന്റിനെ അനുസരിച്ച് ജീവിക്കുക അല്ലെങ്കിൽ എംപ്ലോയി കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുക, മാനേജ്മെന്റിന്റെ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തുവാണ്. ഒരു പറ്റേണൽ ഫിഗർ. മാനേജ്മെന്റ് എംപ്ലോയീസിന്റെ കാര്യങ്ങൾ നോക്കുന്നു, നിങ്ങൾ മാനേജ്മെന്റിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതാണ് പിന്നീട് കാണാൻ സാധിക്കുന്ന ഒരു പറ്റേണൽ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നു. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഹ്യൂമാനിറ്ററിയൻ കോൺസെപ്റ്റ് OB ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് എവല്യൂഷൻ പഠിച്ചപ്പോഴൊക്കെ കേട്ടുള്ളൊരു പേരായിരിക്കും എൽട്ടൺ മയോ എന്ന് പറയുന്നത്. അപ്പൊ കുറെ കൂടെയൊക്കെ സൈക്കോളജിക്കൽ അപ്രോച്ചുകളും ഹ്യൂമൻ എന്ന് പറയുന്ന അവർക്ക് പണം മാത്രമല്ല ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന മറ്റൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ള പഠനങ്ങളൊക്കെ വരാൻ തുടങ്ങി. നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള എൻവയോൺമെന്റ്, നല്ല കൊളീഗ്സ്, സിസ്റ്റം, സപ്പോർട്ട് ഫ്രം ദ മാനേജ്മെന്റ്, അങ്ങനെ ഒരുപാട് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് മണിക്ക് പുറമെ മണി എന്നുള്ളതിന് മാത്രം നല്ല പ്രാധാന്യം. അപ്പൊ അങ്ങനെ ഹ്യൂമാനിറ്ററിയൻ കോൺസെപ്റ്റ് എവോൾവ് ചെയ്തു വന്നു. പിന്നീടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് കുറെ അധികം വന്ന് എംപ്ലോയീസ് ആർ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയാം. എംപ്ലോയീസ് ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് കാണാം, വാല്യുബിൾ അസറ്റ് ആണ്, ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് ആയിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുവാണ്. പിന്നീട് ഇപ്പോൾ എമർജിംഗ് ആയിട്ടുള്ള ഒരുപാട് പുതിയ കോൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ സ്ട്രാറ്റജിക് HR അല്ല HR പാർട്ട്നേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന പുതിയ കോൺസെപ്റ്റുകളൊക്കെ ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഒരു ഓവറോൾ നോക്കുമ്പോൾ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഘട്ടമായിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത്. ഒട്ടും പ്രസക്തമായിരുന്നില്ല ലേബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒട്ടും വേതനം കിട്ടാത്ത പരിഗണന കിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഒരുപാടധികം പരിഗണന കിട്ടുന്ന, ഒരുപാട് സംസാരിക്കപ്പെടുന്ന. ഇപ്പൊ ഇന്ന് ഒരു സ്ഥാപനം എടുക്കുകയാണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ പറ്റി മാത്രമല്ല കൺസേൺ ആയിട്ടുള്ളത്, അവരുടെ ഫാമിലിയെ പറ്റിയും അവരുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിനെ പറ്റിയും അവരുടെ എംപ്ലോയിയുടെ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനെ പറ്റി വരെ ഇന്നിപ്പം ഒരു സ്ഥാപനം കൺസേൺ ആണ്. അപ്പം ആ ഈ പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഹ്യൂമൻ റിസോഴ്സിനുള്ള. നൗ പെട്ടെന്ന് നമ്മൾ കുറച്ച് ഫങ്ഷൻസ്, പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് നോക്കാം. ഫങ്ഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് HR ഡിപ്പാർട്ട്മെന്റിൽ HR വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ. ഈ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പേരാണ്. അപ്പൊ HRM പേഴ്സണൽ മാനേജ്മെന്റ് തമ്മിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് ഓൾറെഡി വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. മാനേജറിയൽ ഫങ്ഷൻസ് കൊണ്ട് ഓപ്പറേറ്റിംഗ് ഫങ്ഷൻസ് രണ്ടായിട്ട് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് പറയുന്ന പോലെ HR ബ്രോഡ്ലി നോക്കുകയാണെങ്കിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ് എന്ന് പറയുന്ന മാനേജറിയൽ ഫങ്ഷൻസും HR കാണാൻ സാധിക്കും. കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ നോക്കുന്ന ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആണ്. ഡേ ടു ഡേ ഓപ്പറേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, HR ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. അപ്പൊ അതിനെ പല ഹെഡ്സിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തൊക്കെയാണ്. ഏതാനും ബ്രോഡർ ഹെഡ്സുകളാണ് ഇതെല്ലാം.
ഒന്ന് അക്വിസിഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്ന ഹെഡാണ്, മറ്റൊന്ന് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഹെഡാണ്, മറ്റൊന്ന് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഹെഡാണ്, മറ്റൊന്ന് HR എൻഗേജ്മെന്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫംഗ്ഷൻ ആയിട്ട് കാണാം. റിട്ടൻഷൻ സെപ്പറേഷൻ എന്ന് പറയുന്ന മറ്റൊരു ഹെഡ്, ഹ്യൂമൻ റിലേഷൻ ആൻഡ് എമേർജിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫംഗ്ഷൻസിനെയൊക്കെ വേറെ ഹെഡിൽ കൊടുത്തിരിക്കുകയാണ്. ഇത് പല പല ടെക്സ്റ്റ് ബുക്കിൽ പല രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഫംഗ്ഷൻസ് ഒക്കെ എല്ലാം പ്രധാനപ്പെട്ടാണ്. ചെറുതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ മാറി മാറിയൊക്കെ പ്ലേസ് ചെയ്യാം. അപ്പൊ അതിൽ ഫസ്റ്റ് കാറ്റഗറി എടുത്തിരുന്ന അക്വിസിഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ്. അപ്പം ഒരാൾ ജോലിക്ക് എടുക്കുന്ന ഒരു ഫംഗ്ഷൻ, ഒരു ആക്ടിവിറ്റിയാണ്. ജോലിക്ക് പെട്ടെന്ന് എടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ ജോലിക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ജോബ് അനാലിസിസ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഓൾറെഡി പല പല വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജോബ് അനാലിസിസ്, ജോബ് ഡിസൈൻ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഒരാൾ ജോലിക്ക് എടുക്കുന്നതിന് ഒരു വ്യക്തമായ പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അഗൈൻ ജോലിക്ക് എടുക്കുന്ന ഫേസ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ്. HR മാനേജേഴ്സിന്റെ അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് അവരെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക, ഇൻഡക്ട് ചെയ്യുക. അഗൈൻ ഇപ്പം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓൺ ബോർഡിംഗ് എന്നുള്ള വാക്ക് വളരെ പ്രസക്തമാണ്. ഇപ്പം ഒരാളെ സെലക്ട് ചെയ്ത ശേഷമുള്ള എല്ലാ പ്രോസസ്സുകളും, ജോയിനിങ് വരെയുള്ള അല്ലെങ്കിൽ പുതിയൊരു കമ്പനിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളെ നമ്മൾ ഓൺ ബോർഡിംഗ് എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓൺ ബോർഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷൻ ആണ്. സോ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ഇൻഡക്ഷൻ, ഓൺ ബോർഡിംഗ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഓറിയന്റേഷൻ എന്നുള്ള വാക്കുകൾക്ക് ഉപയോഗിക്കാം. അപ്പം ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ്. ഈ ഓറിയന്റേഷൻ, ഇൻഡക്ഷൻ ആണെങ്കിൽ പുതിയ എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇൻഡക്ഷൻ ഉപയോഗിക്കാം. മറ്റൊരു ഫംഗ്ഷൻ, ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഡെവലപ്മെന്റ് ഫംഗ്ഷൻ. എംപ്ലോയിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ട്രെയിനിങ്, അവരുടെ സ്കിൽ ഡെവലപ്മെന്റ്, നോളജ്, സ്കിൽ, എബിലിറ്റീസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ട്രെയിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ട്രെയിനിങ്ങിന്റെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വിളിക്കും എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ആയിക്കോട്ടെ. അപ്പോൾ മാനേജറിയൽ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ ഡെവലപ്പ് ഫംഗ്ഷൻ ആണ്. കരിയർ പ്ലാനിങ്, അവർക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സഹായിക്കുക എന്നുള്ളൊരു HR-ന്റെ ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷൻ ആണ്. പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്രൈസൽ മാത്രമല്ല, ഓവറോൾ ഒരു ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ആണ്. പെർഫോമൻസ് ഒരു വ്യക്തിയുടെ, ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ ഓർഗനൈസേഷൻ പ്രൊഡക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പെർഫോമൻസ് മാനേജിംഗ് സിസ്റ്റം, PMS പെർഫോമൻസ് മാനേജിംഗ് സിസ്റ്റം ആണ്. പെർഫോമൻസ് മാനേജിംഗ് സിസ്റ്റം ഒരു ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ആണ്. മറ്റൊരു കാറ്റഗറി എടുക്കുന്ന റെമ്യൂണറേഷൻ, കോമ്പൻസേഷൻ. ഇപ്പം ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ അവരെ നന്നായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. കോമ്പൻസേഷൻ, അത് ജോബ് ഇവാലുവേഷൻ, സയന്റിഫിക്കലി ജോബിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ജോബ് ഇവാലുവേഷൻ. റിലേറ്റീവ് വർത്ത്നെസ്, ഓരോ ജോലി മറ്റൊരു ജോലിയോട് കമ്പയർ ചെയ്തതിന്റെ റിലേറ്റീവ് വർത്ത്നെസ്, വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ജോബ് ഇവാലുവേഷൻ. സാലറി ആൻഡ് വേജസ് അഡ്മിനിസ്ട്രേഷൻ, സാലറി കൊടുക്കുന്ന പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ഫംഗ്ഷൻസ്. അഗൈൻ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ, ഫ്രിഞ്ച് ബെനിഫിറ്റ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഇൻസെന്റീവ്സ്, മറ്റ് ബെനിഫിറ്റുകൾ, ഇതൊക്കെ തന്നെ കോമ്പൻസേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടൈംസ് പറയുന്ന പേറോളൊക്കെ എന്ന് പറയുന്ന ഫംഗ്ഷൻസിനകത്ത് കീഴിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ചില ആക്ടിവിറ്റീസ് ആണ്. റെമ്യൂണറേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. അഗൈൻ HR എൻഗേജ്മെന്റ്, എംപ്ലോയി എൻഗേജ്മെന്റ് സംസാരിക്കുന്ന പോലെ തന്നെ മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, എംപവർമെന്റ്, എൻഗേജ്മെന്റ്, നിരവധിയായിട്ടുള്ള HR എൻഗേജ്മെന്റ് പ്രാക്ടീസുകൾ ഇന്ന് എംപ്ലോയി ഓർഗനൈസേഷനായിട്ട് സൈക്കോളജിക്കലി ഇൻവോൾവ് ചെയ്യിക്കുക, വർക്കിൽ സൈക്കോളജിക്കലി ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സൈക്കോളജിക്കൽ ഇൻവോൾവ്മെന്റ് ആണ് HR എൻഗേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷൻസ് ആണ്. അഗൈൻ റിട്ടൻഷൻ, ഒരു എംപ്ലോയിയെ റിട്ടൈൻ ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ട്രാറ്റജി ഫംഗ്ഷൻ ആണ്. അവരെ ഓർഗനൈസേഷൻ എങ്ങനെയും തന്നെ റിട്ടൈൻ ചെയ്യാനായിട്ടുള്ള പല എഫേർട്ടുകൾ ഒരു ഓർഗനൈസേഷൻ എടുക്കുന്നു. അതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ആണ്. ഇനി എംപ്ലോയി ഓർഗനൈസേഷൻ പോവുകയാണെങ്കിൽ എക്സിറ്റ് എന്ന പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പലതരത്തിൽ എംപ്ലോയി എക്സിറ്റ് ആകാം, ചിലപ്പോൾ റിസിഗ്നേഷൻ ആകാം, ചിലപ്പോൾ റിട്ടയർമെന്റ് ആകാം, ചിലപ്പം കമ്പനിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നതാകാം, ഇനി മറ്റ് ലേ ഓഫ് റിട്രച്ച്മെന്റ് ആണ്. പലതരത്തിലുള്ള സെപ്പറേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം പലതരത്തിലുള്ള എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ പിന്നെ ഓർഗനൈസേഷനായിട്ട് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാം. അപ്പൊ ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ്. ഇനി എമേർജ് ചെയ്ത് വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള HRIS, ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം, ഒരു HRIS വളരെ ഇമ്പോർട്ടൻ്റ്. HR അനലിറ്റിക്സ് ആൻഡ് AI, HR ഓഡിറ്റ്, ഇന്റർനാഷണൽ ഗ്ലോബൽ HR, ഇൻഡസ്ട്രി റിലേഷൻ, ഗ്രീവൻസ് റിഡർഷനിൽ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നത്, ലേബർ യൂണിയൻ, കളക്റ്റീവ് ബാർഗനിങ്, എംപ്ലോയി ഡിസിപ്ലിൻ, ഇതെല്ലാം തന്നെ ഡിഫറെന്റ് ഹ്യൂമൻ റിലേഷൻ അല്ലെങ്കിൽ എമർജിംഗ് ഫംഗ്ഷൻസ് എന്നുള്ള ഹെഡിലേക്ക് ഇടാൻ പറ്റും. ഫംഗ്ഷൻസ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. AI അനലിറ്റിക്സ് എന്നൊക്കെയുള്ള പുതിയ കാലഘട്ടത്തിലെ പുതിയ ഒരുപാട് റോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻസ് ആണ്. ഇതൊക്കെയാണ് ജനറലി ഉള്ള ഫംഗ്ഷൻ. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.
ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡേ ടു ഡേ ലൈഫിൽ HR ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ എന്നുള്ള ഹെഡിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ബ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനുള്ളിൽ സബായിട്ട് വന്ന കാര്യങ്ങളും ഓപ്പറേറ്റീവ് ഫംഗ്ഷന്റെ കീഴിലാണെന്ന് ഓർത്തിരിക്കുക. ഇതിന് മറ്റൊരു വ്യൂവും കൂടെ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞ് നമ്മൾ ഈ ഒരു പാർട്ട് കൺക്ലൂഡ് ചെയ്യണം. ഈ ഒരു പാർട്ടിനകത്ത് HR നമുക്ക് ഒരു ലൈൻ ഫംഗ്ഷനും ഒരു സ്റ്റാഫ് ഫംഗ്ഷനും ഉണ്ടെന്ന് പറയാറുണ്ട്. ലൈൻ ആൻഡ് സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മളൊരു ലൈൻ അതോറിറ്റി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിനെ ലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഒരു സപ്പോർട്ട് ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റാഫ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ HR എന്ന് പറയുന്നത് ഒരു പരിധി കൂടുതലായിട്ട് ഒരു സ്റ്റാഫ് ഫംഗ്ഷൻ ആണ്, സപ്പോർട്ട് ഫംഗ്ഷൻ ആയിട്ടാണ് HR കാണുന്നത്. മറ്റൊരു വീഡിയോ നമ്മൾ അതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ തന്നെ HR-നുള്ളിൽ ഒരു ലൈൻ ഫംഗ്ഷനും കൂടി ഉണ്ട്. ഒരു HR മാനേജർ സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതൊരു ലൈൻ ഫംഗ്ഷൻ ആയിട്ട് മാറുന്നു. മറ്റു ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ HR മാനേജർ അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു എംപ്ലോയി ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരാളെ ഹയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അതൊരു സ്റ്റാഫ് ഫംഗ്ഷൻ ആണ്. അത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ആക്ടിവിറ്റിയിൽ ഒരു ഹെൽപ്പ് ചെയ്യുവാണ്, ഇൻവോൾവ് ചെയ്യുവാണ്. അതാണ് ആ പ്രോസസ്സ്. അപ്പൊ അങ്ങനത്തെ സപ്പോർട്ട് ഫംഗ്ഷനും ആണ് കൂടുതൽ HR ചെയ്യുന്നത്. അതേസമയം ലൈൻ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഓവറോൾ ചില വ്യൂസിൽ നമ്മൾ ഇതിനെ ഒരു കോർഡിനേറ്റിംഗ് ഫംഗ്ഷൻ ആണ് എന്നും പറയാം. HR മാനേജേഴ്സ് ഒരു കോർഡിനേറ്റിംഗ് ഫംഗ്ഷൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കോർഡിനേറ്റിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നുള്ള ഒരു വ്യൂവും കൂടെ ഉണ്ട്, ഓർത്ത് വെക്കുക. അപ്പം ലൈൻ ആൻഡ് സ്റ്റാഫ് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ ആണ്. മറ്റൊരു വീഡിയോ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ പോർഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളൊരു ഹിസ്റ്ററിയെ പറ്റി സംസാരിച്ചു, ഡെഫിനിഷനെ പറ്റി സംസാരിച്ചു, ഇവോൾവ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ചു, ഇമ്പോർട്ടൻ്റ് ആയ HR ഫംഗ്ഷൻസ് സംസാരിച്ചു. ഈ വീഡിയോ തുടരുന്നതായിരിക്കും. എനിക്ക് മറ്റ് വീഡിയോസുകൾ കാണാം. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ഓൾ ഓഫ് ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.